ഒരിക്കൽ ഒരു രാജാവ് നായാട്ടിനിറങ്ങിയതായിരുന്നു. അദ്ദേഹം ഒരു അരുവിയുടെ തീരത്തുകൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു വൃദ്ധൻ തലയിൽ ഒരു വലിയ വിറക് കെട്ടുമായി നടന്നു വരുന്നു. രാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാമാന്യം വലിപ്പമുള്ള ആ അരുവി വൃദ്ധൻ വളരെ എളുപ്പത്തിൽ ചാടിക്കിടക്കുന്നു. അതും തലയിൽ ആ വലിയ വിറക് കെട്ടും ചുമന്നുകൊണ്ട്. രാജാവിന് ഇത് കണ്ട മാത്രമേ ഇത് ശരിക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ വയോധികന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഒരു വലിയ അഭ്യാസിയാണെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രകടനം ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. നിങ്ങളിത് എനിക്ക് വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകാം. വൃദ്ധൻ വിറക് കെട്ടുമായി വീണ്ടും അരുവി ചാടിക്കിടക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടു. വീണ്ടും 2 തവണ കൂടി കൂടുതൽ വാശിയോടെ ശ്രമിച്ചു നോക്കി. എന്നാൽ വീണ്ടും വീണ്ടും ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ രാജാവ് ചോദിച്ചു: അല്ലയോ സുഹൃത്തേ, ഞാൻ ആദ്യം നോക്കുമ്പോൾ നിങ്ങൾ വളരെ സരളമായി ഈ അരുവി ചാടിക്കിടന്നത് ഞാൻ കണ്ടതാണല്ലോ. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? വൃദ്ധൻ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു: രാജൻ, ഞാൻ ആദ്യം ഈ അരുവി ചാടിക്കിടക്കുമ്പോൾ എൻ്റെ തലയിൽ ആകെ ഒരു വിറക് കെട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ നോക്കൂ, 1000 സ്വർണ്ണ നാണയങ്ങളുടെ ഭാരം കൂടെ എനിക്ക് വഹിക്കേണ്ടതുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാം ജീവിതത്തിലും പലപ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നു. അനാവശ്യമായ മനോഭാരങ്ങൾ ചുമന്നു നടക്കുന്നത് കാരണം വളരെ ലളിതമായ കാര്യങ്ങളിൽ പോലും നാം പരാജയപ്പെട്ടു പോകുന്നു. അത്തരം മനോഭാരങ്ങളെ സ്വയം കണ്ടെത്തി ഉപേക്ഷിക്കുന്നതിലൂടെ ജീവിതയാത്ര കൂടുതൽ അനായാസമാക്കാവുന്നതേയുള്ളൂ.